അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, ഈ ജ്യോതിഷം പൂർണ്ണമായിട്ട് ഒരു സയൻസ് ആണ്. ഞങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു വെല്ലുവിളിച്ചു എന്റെ സഹോദരനാട്ടോ ഒന്നും പറയണ്ട, എന്ന് മരിക്കും, എന്നെനിക്ക് കുട്ടിയുണ്ടാവും, യാതൊരു സംശയം വേണ്ട, കൂടിയിരുന്നാൽ അത് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഒരു വാക്ക് താങ്കള് ജ്യോതിഷത്തെ ശാസ്ത്രം എന്ന് പറഞ്ഞോളൂ, കാരണം ശാസിച്ചതൊക്കെ ശാസ്ത്രമാണ്, പക്ഷെ സയൻസ് എന്ന് പറയും. തീർച്ചയായും ഞാൻ പറയാം, ഒരു മിനിറ്റ്. പുഴുക്കത്തുകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും, ആൾ ദൈവന്മാരും അല്ലാത്തവരും അത് പറഞ്ഞുതരാം. അവിശ്വാസത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പല പ്രവണതകളും. പക്ഷെ ഈ ശാസ്ത്രത്തെ അധിക്ഷേപിക്കരുത്. ശാസ്ത്രം ഞങ്ങൾ സമർത്ഥിക്കാം. സൂര്യൻ നക്ഷത്രമാണോ ഗ്രഹമാണോ? സൂര്യൻ നക്ഷത്രമാണോ ഗ്രഹമാണോ? നക്ഷത്രം തന്നെയാണ് ഗ്രഹം. അത് ശരിയാ. ഇതാണ് യാതൊരു വിവരം ഒന്നാം ക്ലാസ്സിലെ പിള്ളേരുടെ വിവരമില്ല. നക്ഷത്രമാണ് ഗ്രഹം, നക്ഷത്രമാണ് ഗ്രഹം. ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. ഒരു ചോദ്യം, ഞാൻ ഈ വേഷവിധാനം ഒക്കെ ഇങ്ങനൊക്കെ എന്തിനു കൊണ്ടുവന്നു? അതൊരു അട്രാക്ഷൻ വേണ്ടിയാ. ഇവിടെ പലരും ഓരോ വേഷവിധാനമായിട്ട് സ്വാമിമാരൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ നിങ്ങൾക്ക് പ്രവചനം പവർ ആർക്കെങ്കിലും ഇത്രയും പേർക്ക് പ്രവചിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയണം. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും കേരളത്തിൽ? അല്ലല്ല, കേക്കോ പറയൂ. അല്ലല്ല, അതൊക്കെ ഞങ്ങളെ കുപ്പിയിലിറക്കാനുള്ള അടി കിട്ടും അദ്ദേഹത്തിന് അറിയാം. മനസ്സിലായില്ലേ? അതൊക്കെ ഒരു സെക്കൻഡ്, ആകാംക്ഷയോടെ ഒരു ചോദ്യം ചോദിച്ചാൽ ജോത്സ്യനെതിരെ മറുപടി കൊടുക്കണം. You have Google, right? Sorry? Just Google and just search Swami of the South. ഇപ്പൊ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി പറഞ്ഞ് മുന്നിൽ ബിനോയുടെ വീഡിയോ നമ്മൾ കാണാറുണ്ട്. ഇത്തരം വീഡിയോസ് അവർ കാണിക്കുന്ന വെച്ചാൽ തെറ്റിദ്ധരിക്കപ്പെട്ട് പോകരുത് കരുതിട്ടാ. ഇപ്പൊ ബിനോയ് വീണ്ടും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും എന്താ വെച്ചാല് അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ ഭക്തർ കൂടുക ചെയ്യാം. പറയാൻ കാരണമുണ്ട്. എന്റെ അനുഭവത്തിനാണ് പറഞ്ഞത്. മരട് ഫ്ലാറ്റ് വിഷയം ഉണ്ടായ സമയത്ത് കൊച്ചിയിൽ വന്നിട്ട് ഞാൻ ആ ഫ്ലാറ്റിന് വിഷയം കായൽ ഓരത്താണ് ആ ഫ്ലാറ്റ് നിൽക്കുന്നത്. ഞാൻ അന്ന് അതിന് വരാൻ കാരണം എന്തിനാ ആത്മീയയുടെ ആൾ വന്നെന്ന് പലരും ചോദിച്ചു. ഞാൻ ഈ സിവിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. പഞ്ചായത്തിലൊരു 3 സെന്റിൽ പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ കഷ്ടപ്പെടുന്നിടത്താണ് ഈ പറഞ്ഞ ചതുപ്പ് നിലത്ത് കെട്ടിടം പണിത്. ഇത് പറയാൻ വേണ്ടി വന്ന് ഞാൻ മുത്തങ്ങയിലെ ആദിവാസികളുടെ സമരം, ചെങ്ങറയിലെ ഭൂസമരമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് മുഴുവൻ പൊതുസമൂഹത്തിന്റെ വേദനകളാ. തിരിച്ച് ഞാൻ മേലാറ്റൂരിന്റെ അവിടെ മേശമ ശാഖ ഉണ്ടായിരുന്നു, അവിടെ ചെന്ന സമയത്ത് കോള് വരുന്നതേ ആ ആദിവാസി മൂപ്പനെ കിട്ടുമോ, പൂജ ചെയ്യാനാ, പരിഹാരം ചെയ്യാൻ. ഞാൻ പറഞ്ഞു അപ്പൊ ഇതിന്റെ വിഷയം എന്താണ്? ഞങ്ങൾ നല്ലത് പറഞ്ഞാൽ പോലും ആളുകൾ പോകുന്ന സഞ്ചാരം അവിടെയാണ്. അതാണ് ഇവിടെ ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇദ്ദേഹം പറയുന്നതിൽ വളരെ വാസ്തവമുണ്ട് കേട്ടോ. കലയപുരത്ത് ഒരു സ്വാമിയുണ്ട്, അഹോരാനന്ദ സ്വാമി. നമ്മൾ അയാളെയാണ് ഈ രംഗത്ത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അദ്ദേഹം ഈ സംഭവം കയറി വൈറലായി, ആൾക്കാർ ഏറ്റുപിടിച്ചു. ഇപ്പൊ അദ്ദേഹത്തെ കാണാൻ മിനിമം 2000 രൂപ ടോക്കണാ. എനിക്ക് പോലും പ്രവേശനം ഇപ്പം. അത്ര റബ്ബർ തോട്ടത്തിൽ ആർക്കും വേണ്ടാതെ കിടന്നൊരു സ്വാമിയാ. ദൈവത്തിനാണ് സത്യം, കള്ളം പറയല്ല. അയാളെ നമുക്ക് കാണണമെങ്കിൽ 2000 മിനിമം ടോക്കൺ. ഇപ്പൊ അടുപ്പിക്കത്തില്ല, ഇപ്പം പൈസ കൊടുത്തല്ലേ പറ്റത്തോളം എന്ന് പറഞ്ഞു. എന്നെ കാണണമെങ്കിൽ നിങ്ങളായാലും പൈസ തന്നേ പറ്റും. നമ്മളെ എങ്ങനത്തെ കൊണ്ടുവന്ന് 2000 മിനിമം ഫീസ്. അപ്പൊ അങ്ങനെ അതാണ് സാറ് പറഞ്ഞത്, വിശ്വാസം അന്ധമാകുമ്പോൾ ഈ ശാസ്ത്രം പഠിക്കണം, എന്നാലേ അത് സയൻസ് മനസ്സിലാവുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.